ഹായ് ഓൾ, എല്ലാവർക്കും അമീൻജാസ് ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അരി അരക്കാതെയും കുതിർക്കാതെയും അരിപ്പൊടി ഉപയോഗിച്ചുകൊണ്ട് വളരെ ടേസ്റ്റും അതുപോലെ തന്നെ സോഫ്റ്റും നല്ല ബലൂണ് പോലെ വീർത്ത് വരുന്ന പെർഫെക്റ്റ് നെയ്യപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഞാൻ ഈ പറയുന്ന ഇതേ രീതിയിൽ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ ഇതേപോലെയുള്ള നെയ്യപ്പം നിങ്ങൾക്കും കിട്ടും. 1-2 കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ 1-2 ചേരുവകൾ കൂടി അതിലേക്ക് കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഇതേപോലെ ബാറ്റർ റെഡിയാക്കി എടുക്കുകയാണെങ്കിൽ റെസ്റ്റ് ചെയ്യാനായിട്ടൊന്നും മാറ്റി വെക്കണ്ട. ഓൺ ദ സ്പോട്ടിൽ തന്നെ നമുക്കിത് ചുട്ടെടുക്കാം. നല്ല ആരെടുത്ത് നെയ്യപ്പായിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇതെങ്ങനെയാണ് ഞാൻ റെഡിയാക്കി എടുത്തതെന്ന് കണ്ടിട്ട് വരാം. ഞാൻ ആദ്യം ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് അരിപ്പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ അരിപ്പൊടി അളക്കുന്നത് ഈ ഒരു ഗ്ലാസ്സിനാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന മെഷറിംഗ് കപ്പിന് തന്നെ നിങ്ങൾ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഏത് കപ്പിനാണോ നമ്മൾ എടുക്കുന്നത് അതേ അളവിൽ തന്നെ ബാക്കിയുള്ള ചേരുവകൾ കൂടി ആഡ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഈ ഒരു കപ്പിന് 1.5 കപ്പ് അരിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പത്തിരിപ്പൊടി ഇല്ലേ, അതാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. കടയിൽ നിന്നൊക്കെ നമുക്ക് കിട്ടുന്ന ഒരു പത്തിരിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ 1 ഗ്ലാസ് ചേർത്തിട്ടുണ്ട്. 1/2 ഗ്ലാസ് കൂടി ഞാനിതാ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ടോട്ടൽ 1.5 ഗ്ലാസ് അരിപ്പൊടിയാണ് ചേർത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഒരു 3/4 ഗ്ലാസ് മൈദപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ എത്രയാണോ അരിപ്പൊടി എടുത്തിട്ടുള്ളത് അതിൻ്റെ നേർ പകുതി വേണം മൈദപ്പൊടി എടുക്കാനായിട്ട്. നമ്മൾ എടുക്കുന്ന മെഷറിംഗ് കപ്പ് സെയിം ആയിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. പിന്നീട് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു പിഞ്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഈ 4 ചേരുവകൾ ചേർത്തതിന് ശേഷം ഇതെല്ലാം കൂടെ നല്ല പോലെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാൻ സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് ശർക്കര പാനി ഒന്ന് റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് 3 അച്ച് ശർക്കരയാണ്. ഇനി ഇതിലേക്ക് 2.25 ഗ്ലാസ് വെള്ളം കൂടി ചേർത്തിട്ട് ശർക്കര പാനി ഒന്ന് റെഡിയാക്കാം. ഞാനിത് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ശർക്കരയൊക്കെ നല്ലപോലെ മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം. ഇനി ഇത് ചൂടാറാനായിട്ടൊന്നും മാറ്റി വെക്കരുത്. ചൂടോട് കൂടി തന്നെ വേണം നമ്മളിതൊന്ന് റെഡിയാക്കി എടുക്കാനായിട്ട്. അപ്പോൾ ആദ്യം തന്നെ ഞാനിതൊന്ന് അരിച്ചെടുക്കുന്നുണ്ട്. ഇതിൽ മണ്ണും ചെറിയ ചെറിയ തരിയൊക്കെ ഉണ്ടാവും. അപ്പോൾ ഞാനിത് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ പൊടി ഉണ്ടല്ലോ അതിലേക്ക് കുറേശ്ശെ ശർക്കര പാനി ചേർത്തതിന് ശേഷം ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഒട്ടും കട്ടയില്ലാതെ വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട്. വറുത്ത പൊടിയായതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമുക്കിത് മിക്സായിട്ട് കിട്ടും. അപ്പോൾ ഒറ്റയടിക്ക് നിങ്ങൾ വെള്ളം ചേർത്ത് കൊടുക്കരുത്. കുറേശ്ശെ ചേർത്തിട്ട് മിക്സാക്കി കൊടുക്കണം. നല്ലൊരു തിക്കായിട്ടുള്ള ബാറ്റർ വേണം നമുക്ക് കിട്ടാൻ. എന്നാൽ ഒത്തിരി തിക്കാവുകയും ചെയ്യരുത്, നന്നായിട്ട് ലൂസ് ആവുകയും ചെയ്യരുത് കേട്ടോ. അപ്പോൾ ഇതാ കുറേശ്ശെ ചേർത്തിട്ട് ഞാൻ ഇതേപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ഇനി നിങ്ങൾ മിക്സാക്കി കൊടുത്തിട്ട് നിങ്ങളുടെ ബാറ്റർ നല്ലപോലെ തിക്കായിട്ടാണ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം വീണ്ടും മിക്സ് ചെയ്ത് കൊടുത്താലും മതി. അപ്പോൾ ഞാൻ ആ ശർക്കരപ്പാനി ചേർത്തതിന് ശേഷം എനിക്ക് കുറച്ചൊരു തിക്കായിട്ടാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതിന് കുറച്ച് വെള്ളം ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നോക്കിയിട്ട് വേണം വീണ്ടും വെള്ളം ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഞാനിതാ നല്ലപോലെ ഇത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒട്ടും കട്ടയില്ലാതെ തന്നെ വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട്. കുറച്ച് സമയം നമ്മൾ ഇതേപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കണം കേട്ടോ. നമ്മൾ ഇതേപോലെ മിക്സ് ചെയ്താൽ മാത്രമേ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് നെയ്യപ്പം കിട്ടുള്ളൂ. അപ്പോൾ അതാണ് ഇതിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസി. ഈ ഒരു മാവൊക്കെ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഒരു ഐറ്റം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുണ്ട്. അത് റവയാണ്. ഞാൻ 3 ടേബിൾ സ്പൂൺ റവയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ബാറ്ററെല്ലാം റെഡിയാക്കി കൊടുത്തതിന് ശേഷം വേണം റവ ചേർത്ത് കൊടുക്കാനായിട്ട്. ഒരു കാരണവശാലും മുമ്പേ നമ്മൾ പൊടി ചേർക്കുമ്പോൾ ആ ഒരു കൂട്ടത്തിൽ ചേർത്ത് കൊടുക്കരുത്. അപ്പോൾ ഞാൻ റവ ചേർത്തതിന് ശേഷം ഇതാ വീണ്ടും ഒന്ന് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഞാനിതാ ബാറ്ററൊക്കെ നന്നായിട്ട് തന്നെ ഒട്ടും കട്ടയില്ലാതെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നിങ്ങളുടെ കയ്യിൽ കറുത്ത എള്ള് അതല്ലെങ്കിൽ ജീരകപ്പൊടിയോ ഏലക്കാപ്പൊടിയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ 2 ഏലക്ക ഇതിലേക്ക് കുത്തി ഇട്ട് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് തേങ്ങാക്കൊത്താണ്. തേങ്ങാക്കൊത്ത് നിങ്ങൾക്ക് നെയ്യിൽ മൂപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് ആഡ് ചെയ്യാം. ഞാൻ മൂപ്പിച്ച് കൊടുത്തിട്ടൊന്നുമില്ല. അതേപോലെ കട്ട് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. കുഞ്ഞു പീസുകളാക്കി എടുത്തേക്കാണ് കേട്ടോ. ഇനി ഇതൊന്നുകൂടെ മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നെയ്യാണ്. അപ്പോൾ ഒരു ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി തേങ്ങയൊക്കെ നെയ്യിലാണ് മൂപ്പിച്ചെടുക്കുന്നത് വെച്ചാൽ ആ ഒരു നെയ്യോട് കൂടി തന്നെ നിങ്ങൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. ഞാൻ ഇതുപോലെയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. വീണ്ടും ഇത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി റെസ്റ്റ് ചെയ്യാനൊന്നും മാറ്റി വെക്കണില്ല, നമുക്ക് ചുട്ടെടുക്കാം. അതിനായിട്ട് ഞാൻ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഈ എണ്ണ നല്ല പോലെ ഒന്ന് ചൂടായി വരട്ടെ. നന്നായി ചൂടായി കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ബാറ്റർ ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ അതാ എണ്ണ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. എന്നിട്ട് ഒരു തവിയിൽ 1/2 പോർഷൻ ബാറ്റർ എടുത്തിട്ടുണ്ട്. നല്ലപോലെ താഴ്ത്തിയിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുക. നമ്മൾ ബാറ്റർ ഒഴിക്കുന്നതിന് മുമ്പേ ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ തന്നെ നമുക്കത് പൊങ്ങി വരും. പൊങ്ങി വരുന്ന സമയത്ത് എണ്ണ ഇതുപോലെ ഒന്ന് തേവി കൊടുക്കുക.
അപ്പോൾ തന്നെ നന്നായിട്ട് പൊങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ബാറ്റർ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കുക. ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇതൊന്ന് റെഡിയാക്കി എടുക്കാനായിട്ട്. എന്നാൽ മാത്രമേ നമുക്ക് അതിൻ്റെ ഉൾവശമൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടുള്ളൂ കേട്ടോ. ഹൈ ഫ്ലെയിമിലിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് കരിഞ്ഞു പോവുകയും ഉള്ളു വേവാതെ നിൽക്കുകയും ചെയ്യും. അപ്പോൾ ഇതേപോലെ തന്നെ വേണം നിങ്ങൾ റെഡിയാക്കി എടുക്കാനായിട്ട്. അപ്പോൾ ഫസ്റ്റത്തെ എനിക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട്. നല്ലപോലെ ഗോൾഡൻ കളറായിട്ടുണ്ട്. ഇനി ഇതൊന്ന് കോരി മാറ്റാം. അപ്പോൾ ഞാനിത് രണ്ടാമത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തന്നെ എനിക്കത് എണ്ണയിൽ നിന്ന് വിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ആ ഒരു സമയത്ത് ഇതേപോലെ നമ്മൾ ഓയിലൊന്ന് തേവി കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് തന്നെ വീർത്ത് വരും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും നല്ലപോലെ എനിക്ക് പൊങ്ങി കിട്ടിയിട്ടുണ്ട്. അതിന് ശേഷം ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇനി ഇത് ഫ്ലെയിം ഒന്ന് കുറച്ചതിന് ശേഷം തിരിച്ച് മറിച്ചിട്ടിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അതാ രണ്ടാമത്തത് എനിക്ക് ആദ്യത്തെക്കാളിലും പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇങ്ങനെ തന്നെ ബാക്കിയുള്ളത് ഓരോന്നും ചുട്ടെടുത്ത് വരാം. ഇതേപോലെയുള്ള പെർഫെക്റ്റ് നെയ്യപ്പം റെഡിയാക്കി എടുക്കാനായിട്ട് നമ്മൾ അരി കുതിർക്കുക അല്ലെങ്കിൽ അരിച്ചെടുക്കുക ഒന്നും വേണ്ട. അരിപ്പൊടിയും മൈദയും റവയും വെച്ചിട്ട് നമുക്ക് നല്ല ക്രിസ്പി ആയിട്ടുള്ളതും എന്നാൽ അതേപോലെ സോഫ്റ്റ് ആയിട്ടുള്ള നെയ്യപ്പം ചുട്ടെടുക്കാം. അപ്പോൾ ഞാൻ ഇതേപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം ചുട്ടെടുത്ത് വരാം. ഇപ്പോൾ ഞാൻ എല്ലാ നെയ്യപ്പവും ചുട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ അരി അരക്കാതെ അരി കുതിർക്കാതെയൊക്കെ വളരെ എളുപ്പത്തിൽ അരിപ്പൊടി ഉപയോഗിച്ചുകൊണ്ട് നല്ല ടേസ്റ്റും അതുപോലെ തന്നെ സോഫ്റ്റും നന്നായിട്ട് ആരെടുത്തിട്ടുള്ള പെർഫെക്റ്റ് നെയ്യപ്പം തന്നെ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ആ ഒരു 1.5 കപ്പ് അരിപ്പൊടി കൊണ്ട് എനിക്കൊരു 14 നെയ്യപ്പാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ രീതിയിൽ നെയ്യപ്പം റെഡിയാക്കി എടുക്കുകയാണെങ്കിൽ ഒട്ടും നിങ്ങൾക്ക് ഫ്ലോപ്പ് ആവാതെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ എടുക്കാനായിട്ട് പറ്റും കേട്ടോ. ഞാൻ ഈ പറഞ്ഞ അളവും അതേപോലെ തന്നെ നിങ്ങൾ ചുട്ടെടുക്കണം. ഇപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ഈ ഒരു നെയ്യപ്പം നന്നായിട്ട് തന്നെ എനിക്ക് പൊങ്ങി കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ സൈഡുകളൊക്കെ നല്ലപോലെ ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുമുണ്ട്. മാത്രമല്ല ഇത് നല്ലപോലെ സോഫ്റ്റുമാണ് കേട്ടോ. കഴിക്കുന്ന സമയത്ത് മക്കൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതേ രീതിയിൽ നിങ്ങളൊന്ന് റെഡിയാക്കി നോക്കുക. ഈ ഒരു ബാറ്റർ ഒട്ടും റെസ്റ്റ് ചെയ്യാതെയാണ് നമ്മൾ ചുട്ടെടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ നമുക്കിത് നന്നായിട്ട് തന്നെ പൊങ്ങി കിട്ടിയിട്ടുണ്ട്. ഞാനിതൊന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം എത്രത്തോളം അത് ഉള്ളിൽ പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ ഞാനിതാ കണ്ടില്ല, ഇതിലൊരു നെയ്യപ്പം എടുത്തിട്ട് ഇതാ അതേപോലെ ഒന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ നോക്കി എത്രത്തോളം സോഫ്റ്റ് ആയിട്ടാണ്, അതേപോലെ തന്നെ വീർത്ത് വന്നിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുത്. ഇത്രയും നേരം എൻ്റെ വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. ഇൻഷാ അല്ലാ അടുത്തൊരു വീഡിയോസായിട്ട് വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.